നാടിനെ കണ്ണീരിലാഴ്ത്തിയ താനൂർ ബോട്ട് ദുരന്തത്തിന് ഇന്ന് 1 വർഷം. കഴിഞ്ഞ മെയ് 7-ന് താനൂർ തൂവൽ തീരത്തുണ്ടായ ബോട്ട് അപകടത്തിൽ 15 കുട്ടികളടക്കം 22 പേരാണ് മരിച്ചത്. താനൂർ ബോട്ട് ദുരന്തത്തിൽ കുന്നുമ്മൽ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് 11 പേരെയാണ്. കുന്നുമ്മൽ മുഹമ്മദ് ജാബറിന് ഭാര്യയും മകനെയും നഷ്ടപ്പെട്ടു. 2 പെൺമക്കളുടെ ജീവൻ രക്ഷിക്കാനായെങ്കിലും പണമില്ലാത്തതിനാൽ 3 മാസമായി ഇവരുടെ ചികിത്സ മുടങ്ങിയിരിക്കുകയാണ്. ചികിത്സാ ചെലവ് വഹിക്കുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പിലായിട്ടില്ല. ബോട്ട് ദുരന്തത്തിൽ മുഹമ്മദ് ജാബിറിന് ഭാര്യ ജൽസിയ, മകൻ ജരീർ എന്നിവരെ നഷ്ടമായി. അപകടം തിരികെ നൽകിയത് ഈ 2 മക്കളെ മാത്രമാണ്, ജർഷയും ജന്നയും. 10ഉം 8ഉം വയസ്സുള്ള ഇവർക്ക് വേണ്ടിയാണിപ്പോൾ ജാബിറിൻ്റെ ജീവിതം. അപകടത്തിന് ശേഷം ജർഷയ്ക്ക് ശരീരത്തിന് ബലക്കുറവുണ്ട്, ഇടയ്ക്ക് വീഴും, എല്ലുകൾ പൊട്ടും. ജന്നയ്ക്ക് തലവേദനയാണ്. മത്സ്യത്തൊഴിലാളിയായ ജാബിറിന് അപകടത്തിന് ശേഷം കടലിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. മക്കൾക്കായി ജീവിക്കുകയാണിപ്പോൾ. മരിച്ചവർക്കുള്ള സർക്കാർ നൽകിയ സാമ്പത്തിക സഹായം ഉപയോഗിച്ച് 1 വർഷം മക്കളുടെ ചികിത്സ നടത്തി. ഉപജീവന മാർഗമായിരുന്ന വള്ളവും വലയും മക്കളുടെ ചികിത്സക്കായി വിറ്റു. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ട് തലച്ചോറിൽ വെള്ളം നിൽക്കുന്നതിൻ്റെ കാരണം കൊണ്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചികിത്സ കുട്ടിക്ക് തുടർച്ചയായിട്ട് വേണ്ടി വരും. ഈ നിമിഷം വരെ ഈ കുട്ടികളുടെ ചികിത്സാ സഹായം എന്ന് അന്ന് വാക്കു പറഞ്ഞ ഒരു നേതാക്കന്മാരും അല്ലെങ്കിൽ ഒരു ആൾക്കാരും ഇതുവരെയും ഈ കുട്ടികളെക്കുറിച്ച് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. കളക്ടർക്ക് പരാതി കൊടുത്ത്, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്ത്, അങ്ങനെ ഒരുപാട് ഓഫീസുകളിൽ ഞങ്ങൾ പരാതി കൊടുത്തു. ഇതേ അവസ്ഥ തന്നെയാണ് കുന്നുമ്മൽ കുടുംബത്തിലെ റുഖിയയുടെ മകൾ ആയിഷ മഹറിനും. ചികിത്സക്ക് പണം വേണം. ബോട്ട് അപകടമുണ്ടായ സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനമാണിത്. ഓരോ ആളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുന്നതായിരിക്കും. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം സർക്കാർ നൽകി. പരിക്കേറ്റവരുടെ ചികിത്സ ഏറ്റെടുക്കുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കാത്തതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. ജാബിറിന് സർക്കാരിനോട് ഒരു അപേക്ഷ കൂടിയുണ്ട്, ഒരു നിസ്സഹായകന്റെ ദയനീയ അപേക്ഷ. ഞാനും എൻ്റെ കുട്ടികളും ഇവിടെ ജീവിക്കുന്നത് സർക്കാരിൻ്റെ കീഴിലാണ്. സർക്കാർ ഇവരെ പോറ്റുന്നത് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നതെന്നാണ് ഇവിടെ മൊത്തം ആൾക്കാരുടെയും ധാരണ. അപ്പോൾ ആ സർക്കാർ ഒന്നിലിത് കാണുക, ഒന്ന് മനസ്സിലാക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, ഈ കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സർക്കാർ ഒഴിഞ്ഞു മാറിയാൽ എനിക്ക് സന്തോഷം തന്നെയാണ്. അതിലൂടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ എൻ്റെ കുട്ടികൾക്കുള്ള ചികിത്സാ സഹായം ഞാൻ കണ്ടെത്തിക്കൊള്ളാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ മുന്നിലേക്ക് വരും. ചികിത്സാ ധനസഹായത്തിനായി വാതിലുകൾ മുട്ടിമടുത്തിട്ടാണ് മുഹമ്മദ് ജാബിറിന്റെ ഈ പ്രതികരണം. ഈ 2 മക്കളുടെ ഉമ്മയും ഉപ്പയുമെല്ലാം ഇപ്പോൾ ജാബിർ തന്നെയാണ്. ഈ 2 മക്കളെ തിരിച്ചു കിട്ടിയതിൽ ജാബിറിന് എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ട്. പക്ഷേ ഇവർക്ക് ചികിത്സിക്കാനുള്ള പണം കയ്യിലില്ല. കഴിഞ്ഞ ഏതാനും ദിവസമായി ചികിത്സ മുടങ്ങിയ അവസ്ഥ കൂടിയാണ്. ഒന്നും വേണ്ട, സർക്കാർ പ്രഖ്യാപിച്ച ആ ചികിത്സാ സഹായം മാത്രം നൽകിയാൽ മതി. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. അത്ര ആഴത്തിൽ മനസാക്ഷിയെ വേദനിപ്പിച്ച സംഭവമാണ്. അതൊരു വർഷമാവുന്നു. അവരുടെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അവരുടെ ചികിത്സാ ചെലവ് പോലും ആ വാഗ്ദാനം പോലും നടപ്പായിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഇനിയെങ്കിലും ചെയ്യണം. ഇടവേള.